നമസ്കാരം. ഞാൻ ഡോക്ടർ ജെന്നി ബി നായർ, ഡെൻ്റൽ സർജനാണ്, JR മൾട്ടി സ്പെഷ്യാലിറ്റി ഡെൻ്റൽ ക്ലിനിക്, ട്രിവാൻഡ്രം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മോണരോഗത്തെ പറ്റിയാണ്. വളരെ ഫെമിലിയറായിട്ടുള്ള ഒരു ഡിസീസ് കണ്ടീഷനാണ് മോണരോഗം എന്ന് പറയുന്നത്. അപ്പോൾ രോഗത്തെപ്പറ്റി പറയുന്നതിന് മുന്നോടിയായിട്ട് എങ്ങനെയാണ് ഒരു ആരോഗ്യമുള്ള പല്ല് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് എന്നൊന്ന് ഞാൻ പറയുകയാണ്. നമ്മൾ വായിൽ കാണുന്ന വെള്ള കളറിലുള്ള പല്ലെന്ന് പറയുന്ന സ്ട്രക്ചർ, അത് നമ്മൾ ക്ലിനിക്കലി പറയുന്നത് ക്രൗൺ എന്നാണ്. പല്ലിൻ്റെ കൂടെ തന്നെ പല്ലിന് വേരുണ്ട്, ഏകദേശം ഇരട്ടി നീളമുള്ള പല്ലിൻ്റെ വേര്, അതിനെ നമ്മൾ റൂട്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ബാഹ്യമായിട്ട് റൂട്ട് കാണാൻ കഴിയില്ല, കാരണം റൂട്ട് എല്ലിൻ്റെ ഉള്ളിലാണ്, അതിനെ ആൽവിളാർ ബോൺ എന്നാണ് പറയുന്നത്. ഈ എല്ലുമായി പല്ലിനെ ബന്ധിപ്പിച്ചിട്ടുള്ളത് കുറച്ച് ഫൈബേഴ്സാണ്, അതിന് പറയുന്നത് നമ്മൾ പെരിഡോണ്ടൽ ലിഗമെൻറ്റ് അഥവാ പെരിഡോൺഷ്യം എന്ന് പറയും. ഇവയെ കവർ ചെയ്തിട്ട് ഒരു പിങ്ക് കളറിൽ നമുക്ക് മോണ, വായ്ക്കുള്ളിൽ മോണ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് ഒരാരോഗ്യമുള്ള മോണ എന്ന് പറയുന്നത് കോറൽ പിങ്ക് കളറിലാണ്. അത് ഓരോരുത്തരുടെ വ്യക്തികളുടെ നമ്മുടെ സ്കിന്നിൻ്റെ കളർ ചേഞ്ച് ആവുന്ന പോലെ തന്നെ ആൾക്കാരിൽ അതിൻ്റെ കളറും ചേഞ്ചസ് ആവാറുണ്ട്. അത് വളരെ നോർമലാണ്, കെരാറ്റിനൈസേഷനാണ്. സാധാരണയായിട്ട് ഒരു ആവറേജ് ആയിട്ട് കാണുന്ന കളറാണ് നമ്മൾ പിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മോണരോഗം ഉണ്ടാവുന്നത്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. മോണരോഗം ഉണ്ടാകുന്നത് തികച്ചും ആർക്ക് വേണമെങ്കിലും മോണരോഗം വരാം. നമ്മുടെ കൃത്യമായ ദന്ത സംരക്ഷണം അല്ലെങ്കിൽ നമ്മുടെ ഓറൽ ഹൈജീൻ ഇല്ലായ്മയിൽ നിന്നാണ് മോണരോഗത്തിന് തുടക്കം കുറിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ അവശിഷ്ടങ്ങൾ, അതായത് നമ്മൾ കൃത്യമായ രീതിയിൽ ബ്രഷിങ് അല്ലെങ്കിൽ മൗത്ത് റിൻസ് ചെയ്യാതിരിക്കുക ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പല്ലിൻ്റെയും മോണയുടെയും ഇടയിൽ ചെറിയൊരു സ്പേസ് ഉണ്ട്, അവിടെയായിട്ട് അക്യുമുലേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൃത്യമായ രീതിയിൽ ബ്രഷിങ് ചെയ്യുകയോ അല്ലെങ്കിൽ മൗത്ത് റിൻസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെടാറുണ്ട്. അത് നീക്കം ചെയ്യാതെ വരുന്ന അവസരങ്ങളിൽ അതവിടെ തങ്ങി നിൽക്കുകയും നമ്മുടെ മോണയ്ക്ക് പഴുപ്പുണ്ടാക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള സ്റ്റേജിന് നമ്മൾ പറയുന്നതാണ് ജിഞ്ചവൈറ്റിസ്, അതാണ് മോണരോഗം. അതായത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പിങ്ക് കളറിലുള്ള മോണ ചെറിയ റെഡിഷ് ആയിട്ട് മാറാൻ തുടങ്ങും, പതുക്കെ വായുനാറ്റം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ നമുക്ക് ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലീഡിങ്ങും അനുഭവപ്പെടാറുണ്ട്. ഇതാണ് ജിഞ്ചവൈറ്റിസ് അഥവാ മോണരോഗത്തിൻ്റെ തുടക്കം. നമ്മൾ അപ്പോൾ തന്നെ കൃത്യമായ രീതിയിൽ ബ്രഷിങ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സ്കെയിലിംഗ് ആണ്, അഥവാ ഓറൽ പ്രൊഫൈലാക്സിസ്, അതും അല്ലെങ്കിൽ നമ്മൾ ക്ലീനിങ് എന്ന് പറയാറുണ്ട്. ക്ലീനിങ് ചെയ്യുന്നതിലൂടെ നമുക്കിത് പരിഹരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ അണപ്പല്ല് ഇരിക്കുന്ന ഭാഗം ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമാണ്. കാരണം കവിള് ആ പല്ലിൻ്റെ മുകളിലോട്ട് കവറായിട്ടാണ് കൂടുതൽ ആൾക്കാരിലും കാണാറുള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബ്രഷ് അവിടെ എത്തി അത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ഫുഡ് കയറി സ്റ്റക്ക് ആവുകയും ക്ലീനിങ് ഇല്ലാണ്ടാവുകയും ചെയ്യും. അപ്പോൾ അവിടെ മോണരോഗം വരാനും അല്ലെങ്കിൽ ഭാവിയിൽ ആ പല്ലിന് കേട് വരാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ക്ലീനിങ് ചെയ്ത് നമുക്ക് ഈ സ്റ്റേജിൽ തന്നെ നമുക്ക് മോണരോഗത്തെ നിയന്ത്രിക്കാൻ കഴിയും. ഇനിയും നമ്മൾ അങ്ങനെ ചെയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ അഴുക്ക് അവിടെ ഇരുന്ന് ഹാർഡാവും. സോഫ്റ്റായിട്ടുള്ള അഴുക്കിന് നമ്മൾ പറയുന്ന ടൈം ഡെൻ്റൽ പ്ലേഗ് എന്നാണ്. ആ പ്ലേഗ് അവിടെ ഇരുന്ന് ഹാർഡായിട്ട് കുറച്ചും കൂടെ ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആയിട്ട് മാറും. അതിന് നമ്മൾ പറയുന്ന പേര് കാൽക്കുലസ് എന്നാണ്. നമുക്ക് നോക്കിയാൽ തന്നെ കാണാം, കൂടുതൽ ആൾക്കാരുടെയും പല്ലിൻ്റെയും മോണയും ചേർന്നിരിക്കുന്ന ഭാഗത്ത് യെല്ലോ കളറിലായിട്ട് ഒരു യു ഷേപ്പിൽ കാൽക്കുലസ് തങ്ങിയിരിക്കുന്ന കാണാം. അതൊരിക്കലും ബ്രഷിങ് കൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല്ലിനും മോണയ്ക്കും ഇടയിലുള്ള ഗ്യാപ്പ് കൂടാൻ തുടങ്ങും. അപ്പോൾ കൂടുതൽ അഴുക്ക് അവിടെ വന്ന് ഡിപ്പോസിറ്റ് ആവുകയും ആ അഴുക്ക് നമ്മുടെ പെരിഡോൺഷ്യം, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ റൂട്ടിനെ നമ്മുടെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഫൈബേഴ്സിലോട്ട് ഈ പഴുപ്പ് സ്പ്രെഡ് ആവുകയും എല്ലിന് തേയ്മാനം ഉണ്ടാവാനുള്ള വരെയുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് അടുത്ത സ്റ്റേജായ പെരിഡോണ്ടൈറ്റിസ് ആ ഒരു സ്റ്റേജിലോട്ട് മാറും. ആ സ്റ്റേജിലോട്ട് എത്തുമ്പോഴത്തേക്കാണ് നമ്മുടെ പല്ലിന് പതുക്കെ ഇളക്കം തട്ടാൻ തുടങ്ങുന്നത്. ഇതാണ് ശരിക്കും ഒരു ക്രോണിക് സ്റ്റേജ് ഓഫ് മോണരോഗമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് സ്റ്റേജ് ഓഫ് മോണരോഗമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്ലീനിങ് ചെയ്ത് ഒരു പരിധി വരെ നമുക്ക് മോണരോഗത്തെ നിയന്ത്രിക്കാം. പക്ഷേ അതിന് പിന്നീട് എല്ലിന് തേയ്മാനം അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസും കൂടെ നമുക്ക് സ്വീകരിക്കേണ്ടി വരും. അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫ്ലാപ്പ് സർജറി, മോണയ്ക്ക് ചെയ്യുന്ന സർജറിയാണ്. അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യേണ്ടി വരും. ഇനി ആരിലാണ് മോണരോഗം വരാറുള്ളത്? ആർക്ക് വേണമെങ്കിലും മോണരോഗം വരാം. അതിന് കൃത്യമായി
കൃത്യമായ രീതിയിൽ നമ്മൾ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാത്ത ആർക്കും മോണരോഗം വരാവുന്നതാണ്. പിന്നീട് സ്മോക്കിംഗ്, പുകവലി പോലെയുള്ള ശീലങ്ങളുള്ള ആൾക്കാരിലും മോണരോഗം കണ്ടുവരുന്നുണ്ട്. പിന്നീട് ഇടതിങ്ങിയ പല്ലുകളുള്ള ആൾക്കാരിൽ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് അവിടെ ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. പല്ലിൻ്റെ ക്രൗഡഡ് ആയിട്ടുള്ള ടൂത്തിൻ്റെ ഇടയിൽ ഡിപ്പോസിറ്റ് കൂടും. അപ്പോൾ ബ്രഷിങ്ങിലൂടെ അത് മാറില്ല. അങ്ങനെ വരുമ്പോൾ ആ ഏരിയയിൽ മാർജിനൽ ജിഞ്ചൈവൈറ്റിസ് ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ആ പല്ലിൻ്റെ ദന്തക്രമീകരണം ചെയ്യുന്നതിലൂടെ നമുക്ക് ആ മോണരോഗത്തെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നീട് ഡയബറ്റിസ് മെലിറ്റസ് അഥവാ പ്രമേഹമുള്ള ആൾക്കാരിലും മോണരോഗം അധികമായി കാണാറുണ്ട്. പ്രമേഹമുള്ള ആൾക്കാർ കൃത്യമായ ഇടവേളകളിൽ പല്ല് ക്ലീൻ ചെയ്ത് മോണയുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതാണ്. പിന്നീട് ഗർഭിണികളിലും ജിഞ്ചൈവൈറ്റിസ് കാണാറുണ്ട്. അത് വളരെ ഹോർമോണൽ വേരിയേഷനെയാണ്, വളരെ ടെമ്പററി ആയിട്ട് കാണാറുള്ളതാണ്. ഇത്രയും ആൾക്കാരിലാണ് കൂടുതലായിട്ടും മോണരോഗം കാണാറുള്ള ചില കണ്ടീഷൻസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കൃത്യമായ ഓറൽ ഹൈജീനിലൂടെ നമുക്ക് ഈ മോണരോഗത്തെ നിയന്ത്രിക്കാൻ കഴിയും. ഒരു തവണ നമുക്ക് മോണരോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിൽ നിന്നും ഒരു 100% ക്യൂർ എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കഴിവതും നമുക്ക് മോണരോഗം വരാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. മോണരോഗത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് വായുനാറ്റമാണ്. പിന്നീട് ബ്ലീഡിങ്, നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവും. അത് അഡ്വാൻസ്ഡ് സ്റ്റേജ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പല്ലിന് ഇളക്കം തട്ടുക അങ്ങനെയുള്ള കംപ്ലയിൻറ്റിലോട്ട് മാറാറുണ്ട്. അപ്പോൾ കഴിവതും നമ്മൾ കൃത്യമായ ഓറൽ ഹൈജീൻ രീതികളിലൂടെ മോണരോഗം വരാതെ നോക്കുക. കൃത്യമായ ബ്രഷിംഗ് രീതി, 2 നേരം ബ്രഷ് ചെയ്യുക. അതും കൃത്യമായ രീതിയിലൂടെ ബ്രഷിംഗ് ടെക്നിക്കിലൂടെ തന്നെ നമ്മൾ ബ്രഷ് ചെയ്യണം. പിന്നീട് നമുക്ക് ഡെൻ്റൽ ഫ്ലോസ്, ഇൻ്റർഡെൻ്റൽ ബ്രഷ് അങ്ങനെയുള്ള രീതികളും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ മൗത്ത് വാഷസ് യൂസ് ചെയ്യുന്നതിലൂടെയും നമുക്ക് വായിൽ ഡിപ്പോസിറ്റ്സ്, അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വായിൽ ഡിപ്പോസിറ്റ്സ് ആവുന്നത് കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പോൾ കൃത്യമായിട്ടുള്ള ദന്തപരിചരണം വളരെ അത്യാവശ്യമാണ്.